മലയാളികളുടെ കാരുണ്യ പ്രവാഹത്തിൽ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട്ടെ ഫറൂഖിലെ അബ്ദുൾ റഹീം മോചിതനാകും എന്നുള്ള വാർത്തകൾ സജീവമാകുമ്പോൾ നിമിഷപ്രിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പലരും നമ്മളോട് ചോദിക്കുന്നു. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആരുമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പ്രേക്ഷകരോട് നമ്മൾ നിമിഷപ്രിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിച്ചു പോവുകയാണ്. മോചനദ്രവ്യം നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് പുറത്തു വരാൻ കഴിയുമോ? അതേക്കുറിച്ചാണ് നമ്മൾ ഈ വാർത്ത പോകുന്നത്. 2020 യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് സനയിലെ വിചാരണ കോടതി നിമിഷപ്രിയ ടോമി തോമസിന് വധശിക്ഷ വിധിക്കുന്നത്. ഏറെ പീഡനം നേരിട്ട നിമിഷപ്രിയയുടെ ജീവിതം അതോടെ ഗതിമാറി. രാജ്യം യമനാണ്. ഭരണകൂടവും ഹൂതി വിമതനും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം ശക്തമായ രാജ്യം. 2016 മുതൽ യമനിലേക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് വിസയുമില്ല. മലയാളികൾ നന്നേ കുറവും. എങ്കിലും നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും മലയാളികൾ തുടർന്നു. വ്യവസായി MA യൂസഫലി നേരിട്ടിറങ്ങി. ലോക കേരള സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇടപെട്ട് യമൻ കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീൽ തള്ളി വധശിക്ഷ ശരിവെച്ചപ്പോഴും വിചാരണ കോടതി വിധി ബ്ലഡ് മണി എന്ന സാധ്യത തുറന്നു നൽകി. തുടർന്ന് സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും 2023 നവംബറിൽ ഈ വിധി ശരിവെച്ചു. അന്നു മുതൽ അപ്പീൽ കോടതി തുറന്നു നൽകിയ മോചനദ്രവ്യം എന്ന സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. സൗദിയിൽ നിന്നോ മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നോ വ്യത്യസ്തമായി ബ്ലഡ് മണി ചർച്ചകൾ മുന്നോട്ടു കൊണ്ടുപോകാൻ യമനിൽ പരിമിതികളുണ്ട് എന്നതാണ് വസ്തുത. ഇന്ത്യക്കാർക്ക് വീസ നിഷേധിക്കപ്പെട്ട രാജ്യത്തേക്ക് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി പോകാനൊരുങ്ങുകയാണ്. നിയമസഹായ സമിതി ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് യാത്രാനുമതി ലഭിച്ചത്. യാത്രയെ കേന്ദ്ര സർക്കാർ കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു. വീസ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അടുത്തയാഴ്ചയോടെ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലേക്ക് തിരിക്കും. സനയിലെത്തി നിമിഷയെ കണ്ട ശേഷം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ സന്ദർശിച്ച് മാപ്പപേക്ഷിക്കും. ദയാധനം സ്വീകരിച്ച് നിമിഷയെ കൊലക്കേറിൽ നിന്ന് മോചിപ്പിക്കാൻ അപേക്ഷിക്കാനാണ് യാത്ര. മറ്റുള്ളവരുടെ പ്രതിസന്ധിയിൽ കൈകോർക്കുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ. ന്യൂസ് ഡെസ്ക് 24. പ്രേക്ഷകർ കഴിയുന്ന പോലെ യമനിലെ സനയിലേക്ക് പോകാൻ കോടതി അമ്മ പ്രേമകുമാരിക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അമ്മ നമസ്കാരം. എനിക്കറിയാം അമ്മ വലിയൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ ഈ മകൾ ജയിൽ മോചിതയാകുമെന്ന പ്രതീക്ഷയിലാണ് അമ്മയുടെ യാത്ര. തീർച്ചയായിട്ടും നമ്മുടെ ഈ 24 കാണുന്ന പ്രേക്ഷകരൊക്കെ തന്നെ അമ്മയ്ക്കൊപ്പം ഉണ്ട്. അമ്മ പോകുമ്പോൾ അമ്മ അവിടെ പോയിട്ട് സനയിൽ എത്തിയാലുടൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? അമ്മയ്ക്ക് കേൾക്കാൻ കഴിയുന്നു. എനിക്കറിയാം ഈ വിഷുക്കാലം അമ്മയ്ക്ക് വളരെ നോവിൻ്റെ ഒരു കാലം തന്നെയാണ്. എത്രയോ വിഷു കടന്നുപോയി. അമ്മയ്ക്ക് നിമിഷപ്രിയ മകൾ മോചിതയായാൽ മാത്രമേ അമ്മയ്ക്ക് വിഷു പോലുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയൂ. വലിയൊരു സങ്കടത്തിലാണ് അമ്മ ഒരു യാത്ര പോകാൻ പോകുന്നത്. അപ്പോൾ അമ്മ അവിടെ പോയാൽ അമ്മ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറയുന്നത് അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് അമ്മയ്ക്ക് എനിക്ക് കേൾക്കാം. എനിക്കറിയാം അമ്മ സങ്കടം കൊണ്ട് സംസാരിക്കാതിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തായാലും അമ്മ പറഞ്ഞോളൂ. അമ്മ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. നിമിഷപ്രിയയെ നമുക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി അമ്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അമ്മ ആദ്യം പറയൂ. ഹലോ, കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? കേൾക്കാം. അമ്മ പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കൊരു നോക്ക് ആ രാജ്യത്ത് കാലുകുത്താനായിട്ട് ഒരു അനുഗ്രഹം കിട്ടണമെന്ന് ഞാൻ ദൈവത്തോട് യാചിക്കുകയാണ്. എങ്ങനെയാ പറയണമെന്നും എന്താ പറയണമെന്നും എനിക്കറിയാൻ പാടില്ല.
എൻ്റെ മകളുടെ മോചനത്തിന് വേണ്ടി ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് അവളെ രക്ഷിച്ച് നൽകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വല്ലാതെ സങ്കടത്തിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അമ്മ അഭ്യർത്ഥിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കണമെന്നാണ്. ഈ ബ്ലഡ് മണി കൊടുത്താൽ ചിലപ്പോൾ ഇത് സാധ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്താണെന്നറിയാൻ, അതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങൾ എന്താണെന്നറിയാൻ ഇതിന് നിയമസഹായം നൽകുന്ന അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. സുഭാഷ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. എന്താണ് സുഭാഷ് ചന്ദ്രൻ ഇനി അടുത്ത സ്റ്റെപ്പ്? ഈ അമ്മ എവിടെ എത്തിയാൽ എന്തായിരിക്കും ചെയ്യുക? എസ് കെ, ഗുഡ് മോർണിംഗ്. ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2020 മുതൽ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ലോക കേരള സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ നെന്മാറ MLA ശ്രീ കെ ബാബുവും, അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പാലക്കാട് MP ആയിരുന്ന, ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ശ്രീ MP രാജേഷ്, അതുപോലെ തന്നെ പാലക്കാടിന്റെ MP ആയിരിക്കുന്ന, ഇപ്പൊ നിലവിൽ MP ആയിരിക്കുന്ന രമ്യ ഹരിദാസ് തുടങ്ങി നിരവധി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഉണ്ട്. ലോക കേരള സഭാംഗങ്ങളാണ് അതിനകത്ത് പ്രധാനമായും പങ്കുവഹിച്ചിരിക്കുന്നത് ഈ രൂപീകരിക്കുന്നതിന് വേണ്ടി. ഇതിന്റെ നിരവധിയായിട്ടുള്ള നിയമസഹായ ചർച്ചകൾ 2020 മുതൽ നിമിഷപ്രിയയ്ക്ക് അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. 2017 നിമിഷപ്രിയ അറസ്റ്റിലാവുന്നത് ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. തലാൽ മുഹമ്മദ് എന്ന് പറയുന്ന യമൻ പൗരനെ കൊലപ്പെടുത്തി എന്നുള്ള ആരോപണമാണ് നിമിഷപ്രിയക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നത്. ചില പ്രത്യേക സാഹചര്യത്തിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തലാലിന് ചില മയക്കുമരുന്നുകൾ മയക്കുമരുന്ന് കുത്തിവെച്ച് തന്റെ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അമിതമായ ഡോസിന്റെ ഭാഗമായി തലാൽ മുഹമ്മദ് ദൗർഭാഗ്യകരമായി കൊല്ലപ്പെടുകയാണെന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ അതിനുശേഷം യമനിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ നിലനിന്നിരുന്ന ആഭ്യന്തര കലാപങ്ങളുടെ സാഹചര്യത്തിൽ നിമിഷപ്രിയയ്ക്ക് കൃത്യമായ നിയമസഹായം ലഭിക്കുകയോ ലീഗൽ ഡിഫൻസ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഒരു ശരിയായ രീതിയിലുള്ള വിചാരണ നടക്കാത്തതിനെ തുടർന്നാണ് നിമിഷപ്രിയ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്ന് ഇത് വാർത്തയായി വരുന്ന സമയത്ത് 2020 ഈ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അപ്പീൽ നൽകാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും സർക്കാരിന് നിരന്തരമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടു കൂടി അവിടെ അപ്പീൽ നൽകുകയും, പക്ഷേ 2022 ആ അപ്പീൽ തള്ളിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പീൽ തള്ളുന്ന സമയത്ത് തന്നെ അപ്പീൽ കോടതി മുന്നോട്ട് വെച്ചത് വിചാരണ കോടതി വിധിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബ്ലഡ് മണി എന്നുള്ളൊരു ഓപ്ഷൻ അപ്പീൽ കോടതി തുറന്നു വെക്കുകയായിരുന്നു. ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം, ഇരയുടെ കുടുംബം സ്വീകരിക്കുകയാണെങ്കിൽ, ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് മാപ്പ് നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ നിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമാകുമെന്നുള്ള ഒരു വിധിയാണ് അപ്പീൽ കോടതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ആ സാധ്യത ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പിന്നീട് തുടർന്ന് ഞങ്ങൾ നടത്തിയത്. അതോടൊപ്പം തന്നെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ മുമ്പാകെ ഞങ്ങൾ അപ്പീൽ നൽകിയിരുന്നു. പക്ഷേ ആ അപ്പീലും 2023 നവംബർ മാസത്തിൽ തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ വിചാരണ കോടതി നടപടി മോഡിഫൈ ചെയ്തുകൊണ്ട് ഈ അപ്പീൽ കോടതി നൽകിയ ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ആ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുഭാഷ് ചന്ദ്രൻ, ഈ ബ്ലഡ് മണി എത്ര കോടിയാണെന്ന് അസസ് ചെയ്തിട്ടുണ്ടോ? സ്വാഭാവികമായും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇപ്പോഴാണ് നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് തീരുമാനിക്കേണ്ടത് ശരിയായ നിയമപ്രകാരം ബ്ലഡ് മണി സ്വീകരിക്കണോ വേണ്ടയോ, ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് മാപ്പ് നൽകണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇരയുടെ കുടുംബമാണ്. അങ്ങനെ മാപ്പ് സ്വീകരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ആ എമൗണ്ടും അതിന്റെ ക്വാണ്ടിറ്റിയും തീരുമാനിക്കേണ്ടത് ഇരയുടെ കുടുംബമാണ്. സ്വാഭാവികമായും ഈ രണ്ട് കാര്യങ്ങൾക്കകത്തും തീരുമാനമെടുക്കേണ്ടത് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബമാണ്. അവരുമായി സുഭാഷ് ചന്ദ്രൻ, ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ അമ്മ സനയിൽ എത്തിയാൽ അമ്മ ഇപ്പൊ അവരെ കാണുന്നുണ്ടോ? ഈ ഇരകളുടെ ബന്ധുക്കളെ കാണുന്നുണ്ടോ? ഇരയുടെ സ്വാഭാവികമായും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മയെ ആദ്യം നിമിഷപ്രിയ കാണിക്കുക, ഏതാണ്ട് ദീർഘകാലമായി 2017 തൊട്ട് ജയിലിലുള്ള നിമിഷപ്രിയ കാണാൻ വേണ്ടി അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ 10 വയസ്സായ നിമിഷയുടെ മോൾ മിഷേലുണ്ട്. അമ്മയോടൊപ്പം മിഷേലിനെ കൂടി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഡൽഹി ഹൈക്കോടതി മിഷേലിന്റെ പ്രായമൊക്കെ പരിഗണിച്ച് നിലവിലുള്ള യമനിലെ രാഷ്ട്രീയ സാഹചര്യവും അവിടുത്തെ ആഭ്യന്തര സംഘർഷങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അമ്മയ്ക്ക് മാത്രം പോകാനുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അവിടെ ചെന്നതിന് ശേഷം, നിമിഷയെ സന്ദർശിച്ചതിന് ശേഷം ഈ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഗോത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ അവിടുത്തെ സാഹചര്യം നമുക്കറിയാം, അവിടെ ഗോത്രങ്ങളാണ് ഇക്കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, ഗോത്രങ്ങളാണ് അവിടെ അധികാരം കൈയാളുന്നത്. അപ്പൊ ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോത്ര തലവന്മാരെയൊക്കെ കണ്ടുകൊണ്ട് മാപ്പപേക്ഷിച്ച് ഈ പറയുന്ന ബ്ലഡ് മണി ദയാദനം നൽകിക്കൊണ്ട് നിമിഷയുടെ മോചനം സാധ്യമാക്കണം എന്നുള്ള അപേക്ഷയാണ് മുന്നോട്ട് വെക്കാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത്. ഓക്കെ, താങ്ക് യു അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ. നിയമസഹായം നൽകുന്ന അഭിഭാഷകനാണ് നമ്മോട് സംസാരിച്ചത്. വീണ്ടും അമ്മ നമുക്കൊപ്പം ചേരുന്നു. പ്രേമകുമാരിക്ക് കോടതി അനുവദിച്ചിരിക്കുകയാണ് യമനിലേക്ക് യാത്ര ചെയ്യാൻ. അമ്മ, എനിക്കറിയാം അമ്മയുടെ സങ്കടം.
അപ്പോൾ അമ്മ പ്രിയ യഥാർത്ഥത്തിൽ എത്തി സനയിൽ ചെന്നിട്ട് മകളെ കാണുന്നു. അത് കഴിഞ്ഞ് ഇരയുടെ ബന്ധുക്കളെ കാണുന്നു. അവരോട് നമ്മൾ മാപ്പ് അപേക്ഷിക്കുന്നു. അമ്മയ്ക്ക് നമ്മുടെ മലയാളികളോട്, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പോൾ അമ്മയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് അമ്മ പറയുന്നത് എന്താണ്? ഹലോ, പറയൂ അമ്മ, കേൾക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ യമൻ രാജ്യത്ത് ആ രാജ്യത്തിനോടൊരു മാപ്പ് അപേക്ഷിക്കാനായിട്ട് എനിക്ക് ശക്തി തരണേന്ന് ഞാൻ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ഈ രാജ്യത്തിനോട്, ആ നാട്ടിലെ ജനങ്ങളോടും മാപ്പ് ചോദിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. യമനിലെ ജയിലുള്ള നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി 13 വർഷങ്ങളായി. അമ്മ പറഞ്ഞോളൂ. 12 വർഷത്തിലും കൂടുതലായി എന്റെ മോളെ ഞാനൊരു നോക്ക് കണ്ടിട്ട്. എനിക്കൊരു നോക്ക് കാണാനായിട്ട് ദൈവം അനുവദിക്കണേ എന്ന് ഞാൻ യാചിക്കുകയാണ്. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയെയാണ് സംസാരിച്ചത്. എന്തായാലും അമ്മ യമനിലേക്ക് യാത്രയാവുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ആലോചിക്കാം. ബ്ലഡ് മണി, ഈ ശരീര നിയമപ്രകാരം ബ്ലഡ് മണി സ്വീകരിക്കാനുള്ള അവകാശം ഈ ഇരയുടെ ബന്ധുക്കൾക്ക് തന്നെയാണ്. അപ്പോൾ അവർ സ്വീകരിക്കുമോ നിരാകരിക്കുമോ എന്ന് അറിയില്ല. എന്തായാലും അമ്മ യാത്ര ചെയ്യട്ടെ. നമ്മൾ ഈ അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിൽ അണിചേർന്നതുപോലെ നമുക്ക് ഈ കാര്യത്തിലും എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന കാര്യം ആലോചിക്കാൻ. മാത്രമല്ല, വ്യവസായി ശ്രീ എം എ യൂസഫ് അലിയുമായി നമുക്ക് ബന്ധപ്പെടാം ഈ കാര്യത്തിൽ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.